10 വർഷം മുൻപ് ആരംഭിച്ച യോഗാചരണം എല്ലാ വർഷവും ഗംഭീരമായിക്കൊണ്ടിരിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൻ കി ബാത്തിന്റെ 123-ാം പതിപ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത്. ഭൂമിക്കും ആരോഗ്യത്തിനുമായി യോഗ. ഇത് വെറുമൊരു മുദ്രാവാക്യമല്ല, വസുധൈവ കുടുംബകം എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു ദിശയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പറഞ്ഞു. ജൂൺ 21-ന് ഭാരതത്തിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും കോടിക്കണക്കിന് ആളുകൾ അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ പങ്കെടുത്തതായി പ്രധാനമന്ത്രി പറഞ്ഞു. വിശാഖപട്ടണത്തിന്റെ കടൽ തീരത്ത് 3 ലക്ഷം പേർ ഒരുമിച്ച് യോഗ ചെയ്തു. വിശാഖപട്ടണത്ത് 2000-ത്തിലധികം ആദിവാസി വിദ്യാർത്ഥികൾ 108 മിനിറ്റിൽ 108 സൂര്യ നമസ്കാരങ്ങൾ ചെയ്തു. തെലങ്കാനയിൽ നടന്ന ഒരു യോഗ ക്യാമ്പിൽ 3000 ദിവ്യാംഗ സുഹൃത്തുക്കൾ ഒരുമിച്ച് പങ്കെടുത്തത് യോഗ എങ്ങനെ ശാക്തീകരണത്തിന്റെ ഒരു മാധ്യമമാണെന്നതിന്റെ തെളിവായതായി പ്രധാനമന്ത്രി പറഞ്ഞു. 3000 दिव्यांग साथियों ने एक साथ योग शिविर में भाग लिया. उन्होंने दिखाया कि योग किस तरह सशक्तिकरण का माध्यम भी है. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമായ ജമ്മുകശ്മീരിലെ ചെനാബ് പാലത്തിലും ഹിമാലയത്തിലെ മഞ്ഞുമൂടിയ കൊടുമുടികളിൽ ITBP സൈനികരും യോഗയിൽ പങ്കെടുത്തുകൊണ്ട് ധൈര്യവും സാധനയും പ്രകടിപ്പിച്ചു. ഗുജറാത്തിലെ വട്നഗറിൽ 2121 പേർ ഒരുമിച്ച് ഭുജംഗാസനം ചെയ്ത് റെക്കോർഡ് സൃഷ്ടിച്ചു. ന്യൂയോർക്ക്, ലണ്ടൻ, ടോക്കിയോ, പാരീസ് തുടങ്ങി ലോകത്തിലെ എല്ലാ വലിയ നഗരങ്ങളിൽ നിന്നും വന്ന യോഗയുടെ ചിത്രങ്ങൾ സമാധാനം, സ്ഥിരത, സന്തുലിതാവസ്ഥ എന്നീ പ്രമേയങ്ങളിലൂന്നിയുള്ളതായിരുന്നുവെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.